ഏഷ്യൻ പാചകകലകളുടെ ഒരു ഫ്യൂഷൻ വാഗ്ദാനം ചെയ്ത റെസ്റ്റോറൻറ്റിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഫാമിലിയോടും ഫ്രണ്ട്സിനോടും കൂടെ നല്ല ഫുഡ് കഴിക്കാൻ വേണ്ടി ഇത് ഔട്ട് ഓഫ് സ്റ്റേറ്റ് ഒരു നല്ല ഓപ്ഷനാണ്. ഈ റെസ്റ്റോറൻറ്റിൽ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ നമുക്കൊരു ഐപാഡ് തരും. അപ്പോൾ ഐപാഡിൻ്റെ അകത്ത് എല്ലാം എൻ്റർ ചെയ്തിട്ടുണ്ട് അവിടെയുള്ള ഐറ്റംസ് എല്ലാം. അപ്പോൾ നമ്മളത് നോക്കി നമുക്ക് വേണ്ട സാധനങ്ങൾ ഇങ്ങനെ അത് നമ്മൾ തന്നെ ക്ലിക്ക് ചെയ്ത് സ്വീറ്റ് ആൻഡ് സവർ സൂപ്പോട് കൂടിയാണ് ഞാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞപ്പോൾ സാലഡ്സ് പച്ച മീനിൻ്റെ അകത്ത് നല്ല പഴുത്ത മാങ്ങയൊക്കെ അരിഞ്ഞിട്ട് സ്പിനച്ചും ലീവ്സൊക്കെ ഇട്ടിട്ട് നല്ല സാലഡ്. ഒരുപാട് ടേസ്റ്റിയായിരുന്നു സാലഡ്സ് കഴിക്കാൻ. അത് പച്ച മീനാണ്. ഇത് സാലഡാണ് ഞാൻ എടുത്തത്. ഇപ്പോൾ നമ്മൾ കറി വെക്കാതെ മീൻ കഴിക്കാറില്ലല്ലോ, പക്ഷേ ഇങ്ങനെ കഴിക്കുന്നത് ഒരുപാട് ടേസ്റ്റ് ഉണ്ട്, വളരെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ട്യൂണ ആയിരുന്നു. ഈ കാണുന്നതാണ് സാഷിമി പ്ലാറ്റർ. ഇതിൻ്റെ അകത്തെല്ലാം പച്ചമീനാണ്. അതുകൂടെ ക്രാബ് മീറ്റും കൂടെ ഉണ്ട്. ഇതെല്ലാം നല്ല ഐസിൽ വെച്ചിരിക്കുക, പഴുക്കാകത്തില്ല. ഇത് നല്ല വെറുതെ പച്ചക്ക് തിന്നുന്ന ക്വാളിറ്റിയാണ് ഈ ഫിഷ്. ഇത് നമുക്ക് സോയ സോസോ അല്ല അവരുടെ ഓൺ സോസസ് ഒക്കെ തരും, അതൊക്കെ കൂട്ടി കഴിക്കാം. അവരുടെ ഓരോ സോസും വെറൈറ്റിയാണ്, അതിനെല്ലാം ടേസ്റ്റ് ഉണ്ട്. സോയ സോസ് ഒഴിച്ച് വേണം കഴിക്കാം. പിന്നെ സ്ക്യൂവേഴ്സ്, ഒരുപാട് തരം സ്ക്യൂവേഴ്സ് ഉണ്ടായിരുന്നു. ഇതും അഗെയിൻ അനദർ പ്ലാറ്ററാണ്. ഇതും പച്ച ഫ്രഷ് മീനാണ്. ഇതും അഗെയിൻ ബീഫ്, പോർക്ക്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാർബിക്യൂഡ് ഐറ്റംസ്. പ്രോൺസ് എല്ലാം വെറൈറ്റിയാണ്. ജാപ്പനീസ് ഫുഡ്, ഏഷ്യൻ ഫുഡ്, ചൈനീസ് ഫുഡ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു നല്ല ഓപ്ഷനാണ് ഈ റെസ്റ്റോറൻറ്റ്. ഇത് നമ്മുടെ സ്ക്വിഡാണ്, സ്ക്വിഡ് ഫ്രൈ ചെയ്തതാണ്. ഈ കാണുന്നത് സീവീഡിൻ്റെ സാലഡാണ്, വളരെ ഹെൽത്തിയാണ് ഈ സീവീഡ് സാലഡ്. ഇത് ഡ്രൈ ചെയ്തിട്ടാണ് സുഷി റാപ്പ് ചെയ്ത ഷീറ്റ് ഉണ്ടാക്കുന്നത്. ഞങ്ങൾ ഈ പ്ലാറ്റർ കുറേ വാങ്ങിച്ചു, പച്ച മീനിൻ്റെ പ്ലാറ്റർ. ഇത് കണ്ടാലോ ഒരു പൂവിൻ്റെ ഇതൾ പോലെ ഇരിക്കുകയല്ലേ, പക്ഷേ ഇതൊരു മീനാണ്, ടൈപ്പ് ഓഫ് ഫിഷാണിത്. ഇതിൻ്റെ പോലെ നമുക്ക് നാരങ്ങയൊക്കെ തിന്നുന്നില്ല, പച്ചക്ക് തിന്നാൻ ഇഷ്ടമില്ലാത്തവർക്ക്. ഇത് സുഷീസാണ്, വെറൈറ്റി ഓഫ് സുഷീസ് അവിടെ ഉണ്ടായിരുന്നു. പല ടൈപ്പ് ഓഫ് മീൻ, അതിൻ്റെ അടിയിൽ ചോറാണ്. ചോറയില്ല, കുറ്റ് റൈസിൻ്റെ പുറത്തായത് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കതുകൊണ്ട് ഒന്ന് രണ്ടെണ്ണം കഴിക്കുമ്പോൾ നമ്മുടെ വയറ് നിറയും. ചോറല്ല, എല്ലാത്തിനും വേറെ ടേസ്റ്റാണ്, പ്രത്യേക ടേസ്റ്റായ ഓരോന്നിനും. ഈ റോബോട്ടാണ് നമ്മൾക്ക് ഫുഡ് കിച്ചണിൽ നിന്ന് ഞങ്ങളിരിക്കുന്ന ഫ്ലോറിലേക്ക് എത്തിക്കുന്നത്. പല ട്രേസിലെ ഫുഡ് അതിലാണ് കൊണ്ടുവന്ന് അവിടെ വെച്ച് കഴിഞ്ഞ് പിന്നെ സെർവേഴ്സ് എടുത്ത് നമുക്കൊക്കെ സെർവ് ചെയ്യാം. ശ്രീകണ്ഠനാഥ ഷോയിൽ വെള്ളം കൊണ്ടുപോകത്തില്ലേ, അതുപോലെ തന്നെ ഇവിടെ അതങ്ങനെയാണ് ഫുഡ് കൊടുക്കുന്നത്. ഇതൊക്കെ ഇപ്പോൾ കോമൺ ആണല്ലോ. ഇത് സാലഡ്സ് ആണ്. സാലഡിൻ്റെ മുകളിൽ കിടക്കുന്ന കണ്ടില്ല, മീനിൻ്റെ മുട്ടയാണത്. പിന്നെ പയർ പുഴുങ്ങിയത്, ബീൻസൊക്കെ പുഴുങ്ങിയത്. അങ്ങനെ ഇരുന്നപ്പോഴാണ് കോഴിയുടെ വിരലുകൾ കറി ഫ്രൈ ചെയ്ത് അവിടെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. അതുകൊണ്ട് എനിക്ക് അന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഞാൻ ഇതുവരെ കഴിച്ചിട്ടേ ഇല്ലാത്ത സാധനമായിരുന്നു. അങ്ങനെ അതൊക്കെ ട്രൈ ചെയ്ത് സോസിലൊക്കെ ഇട്ട് നന്നായിട്ട് കുക്ക് ചെയ്ത് കൊണ്ടുവന്നതാണ്. പറഞ്ഞാലേ അറിയത്തുള്ളൂ അതിൻ്റെ കോഴിയുടെ വിരലാണെന്ന്. അപ്പോൾ ഇത് കടിച്ച് ഞാൻ തിന്ന് നോക്കി. കടി കൊള്ളുന്ന ചെറിയ ചെറിയ എല്ലുകളായിരുന്നു മറ്റത്തെല്ലാം. അത് ടേസ്റ്റ് ചെയ്യായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ സ്റ്റീംഡ് ബൺ ഇവരുടെ പ്രത്യേകതയാണ്. അപ്പോൾ അത് മീറ്റ് ഫില്ലിംഗ് ആയിരുന്നു. ഈ കാണുന്നത് കണ്ടില്ലേ, സുഷിയുടെ വേറെ ടൈപ്പാണ് അത്. അതിൻ്റെ പുറത്തുള്ളതാണ് സീവീഡ് കൊണ്ട് റാപ്പ് ചെയ്തേക്കുന്നത്. എഗെയിൻ ഒരുപാട് വെറൈറ്റി സുഷീസ് ഉണ്ടായിരുന്നു. പിന്നെ ഡെസേർട്സിലേക്ക് മാറിപ്പോയി അതും ഒരുപാട് വെറൈറ്റി ഡെസേർട്സാണ്. ഞങ്ങൾക്ക് കഴിക്കാനൊന്നും കഴിയായിരുന്നു. പിന്നെ അവരുടെ പ്രത്യേകതയാണ് ഈ സ്വീറ്റ് ബണ്ണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കേക്ക്സും പുഡിങ്സും. മാംഗോ പുഡിങ് എടുത്തു, പിന്നെ കുറച്ച് ഐസ്ക്രീമും കഴിച്ചു. അപ്പോഴത്തേന് പിന്നെ എനിക്ക് അനങ്ങാൻ വയ്യാതെ ആയിപ്പോയി. അതുകൊണ്ട് പിന്നെ അവർക്ക് നൂഡിൽസൊക്കെ ഒരുപാടുണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രൈഡ് റൈസസ് ഒക്കെ ഉണ്ട്. അതൊന്നും എടുത്തില്ല, കഴിക്കാൻ പറ്റത്തില്ല. ഞാൻ ലാസ്റ്റിൽ കുറച്ച് ഇഞ്ചിയുടെ പിക്കിള് അതിവിടെയും കഴിച്ച്. സോ ഒരു വെറൈറ്റി ഫുഡ് കഴിക്കണം എന്ന് തോന്നുന്നവർക്ക്, ജാപ്പനീസ് ഫുഡ് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഒരു നല്ല ഓപ്ഷനാണ് ഈ ഔട്ട് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ്.